നമ്മൾ വചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കും. ദൈവവചനത്തെ സ്നേഹിച്ചാൽ കർത്താവ് നമ്മളെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രത്യേകമായ ഒരു വാത്സല്യം നമ്മളോട് ഉണ്ടായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരോടില്ലാത്ത ഒരു സ്നേഹം നമ്മളോട് കർത്താവിനുണ്ടാവും. ബൈബിളിനെ സ്നേഹിച്ചാൽ, ഈശോ നഥാനിയേലിനോട് ഈശോ പറഞ്ഞത് ബർത്തലോമിയാണ്, അപ്പസ്വലന്മാരുടെ കൂട്ടത്തിലെ ബർത്തലോമിയ ആണ് നഥാനിയേൽ. അപ്പൊ യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പോൾ യേശു അവനോട് മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ നേരത്തെ കണ്ടതാണ്. എപ്പോൾ? നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം തിരുവെഴുത്തുകളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അത് മിശിഹ വരുമ്പോഴുണ്ടാകുന്ന സമാധാന കാലത്തെ സൂചിപ്പിച്ചിരുന്ന പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം സമാധാനത്തോടെ മനുഷ്യരിരുന്ന് തിരുവെഴുത്തുകളെ ധ്യാനിച്ച് ദൈവസ്വരത്തിന് കാതോർക്കുന്ന ഒരു അനുഭവത്തെ വിളിക്കാൻ പഴയ നിയമം ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ. നഥാനിയേൽ, നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടതാണെന്ന് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ പറഞ്ഞാൽ, നീ തിരുവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തതാണ്. തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്നവരെ യേശു ശ്രദ്ധിക്കും. ബൈബിൾ വായിക്കുന്നവനെ യേശു വായിക്കും. ബൈബിൾ വായിക്കുന്നവനെ യേശു ശ്രദ്ധിക്കും. വചനം വായിക്കുന്നവൻ്റെ മേൽ യേശുവിന് പ്രത്യേകമായിട്ടൊരു സ്നേഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനം വായിച്ച് 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 നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം പ്രകടമാക്കണം. ബൈബിളിനോടുള്ള സ്നേഹം യേശുവിനോടുള്ള സ്നേഹം തന്നെയാണ്. മതബോധന ഗ്രന്ഥം പറയുന്നു, തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അജ്ഞത, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത. മതബോധന ഗ്രന്ഥം പറയുകയാണ്, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളങ്ങളിലൊന്ന് ബൈബിളിനോടുള്ള സ്നേഹമാണ്.